ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഡ്രൈ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കണം. ഞാൻ നാളെ രാവിലത്തേക്ക് എടുക്കാനാണ്, അപ്പോൾ ഇന്ന് രാത്രിയിൽ കുതിർത്ത് വെക്കുവാണ്. മിനിമം 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണ്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഞാൻ വളരെ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചതച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കുക്കറിലായതുകൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ലൈറ്റായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ വരുമ്പോൾ അതുവരെ വഴറ്റിയാൽ മതി. ഇപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്, ഇത്രയും വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണിത്, ഇതൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അല്പം ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, 2 പിഞ്ച് കാണും. അതുപോലെ തന്നെ അല്പം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, ഇതും 2 പിഞ്ച് പൊടി കാണും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകിച്ച് മല്ലിപ്പൊടിയുടെ ആ പച്ചമണം പോകുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നിടം വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, എല്ലാം നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നലെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നലെ ഇത് ഞാൻ നല്ല വെള്ളത്തിലാണ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സാധാ പച്ചവെള്ളം തന്നെ ഒഴിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 7 വിസിൽ വരുന്നിടം വരെയാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് 5 വിസിൽ വരെ വന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ വേവിച്ചാൽ മതി. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ വല്ലതും ആണെങ്കിൽ അത് തണുപ്പ് പോയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇത് വെന്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഗ്രീൻ ബീൻസ് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്ത തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം. പിന്നെ ആ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ തിളപ്പിക്കുക, കാരണം കറി തണുത്ത് കഴിയുമ്പോൾ തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുക്കുക. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം.
തേങ്ങ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മേത്തിയുടെ പൊടിയും കൂടി ചേർക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ വെച്ചും തിളപ്പിക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് തിളച്ചിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.